പഠനം കഴിഞ്ഞ് ഉടനെ കല്യാണം കഴിച്ചു. അപ്പം സീരിയസ് ആയിട്ടൊരു കരിയറിനെ പറ്റി ആലോചിച്ചപ്പോൾ സിവിൽ സർവീസ് എല്ലാവരും പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി ശ്രമിച്ച് നോക്കണം. അങ്ങനെ ശ്രമം തുടങ്ങിയതാണ് സർ. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാ സൈഡിൽ നിന്നും സപ്പോർട്ടുണ്ടായി. സൊസൈറ്റിയിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എൻ്റെ പേരൻസാണ് എന്നെ ഷീൽഡ് ചെയ്തത്. എന്നിലേക്ക് ഇത് വിഷമം എത്താതെ അവരാണ് ഷീൽഡ് ചെയ്തത്. അപ്പോൾ അവർ ഭയങ്കര റെസിലിയൻ്റ് ആണ്. അതുകൊണ്ടാണ് സർ ഇവിടെ ഇപ്പോൾ ഇരിക്കാൻ പറ്റും. സർ ChatGPT ഒക്കെ എൻ്റെ മെയിൻസിൻ്റെ സമയത്താണ് പോപ്പുലർ ആവുന്നത്, നമുക്കൊക്കെ ആക്സസിബിൾ ആവുന്നത്. പക്ഷേ നമ്മൾ മെയിൻസിന് പഠിക്കുമ്പോൾ തന്നെ ChatGPT ഒക്കെ പറ്റി ഇൻറ്റൻസീവ്ലി ഞാൻ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഭയങ്കര പൊല്യൂട്ടിംഗ് ആണ്, വളരെ വാട്ടർ ഇൻറ്റൻസീവ് ആണ്, കോൺഫ്ലിക്റ്റ് മിനറൽസ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എത്തിക്കലി എൻ്റെ മനസ്സിൽ ഞാനൊരു പ്രോംപ്റ്റ് വെറുതെ ഹായ് എന്ന് ചോദിച്ചാൽ എത്രമാത്രം എനർജിയാണ് വേസ്റ്റ് ആവുന്നതെന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിൻസിൻ്റെ സമയത്തൊന്നും ChatGPT യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഒരു ഓർഗാനിക്കായിട്ട് നമ്മൾ പഠിക്കുന്നു, ഒരു മനസ്സിലാക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്യുവർ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ 2 ഏരിയാസിൽ കുറവാണ്. അപ്പോൾ UPSCയുടെ മൊത്തത്തിലുള്ളൊരു എക്സാം പാറ്റേൺ പ്രിലിംസിൻ്റെ മനസ്സിലാക്കി ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് സാർ എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരുടെക്കും ഓരോ സ്ട്രെങ്ത്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ എക്സാമിന് പലതരം സ്ട്രെങ്ത്സ് വേണമല്ലോ. അപ്പോൾ അത് ഫൈൻ ട്യൂൺ ചെയ്ത് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. അത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ സഹായിക്കും. ഇന്ന് എന്നോട് കൂടി ലീഡ് IASന്റെ സക്സസ് പോഡിയത്തിലുള്ളത് ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ 95ാം റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള ദേവിക പ്രിയദർശിനിയാണ്. ഐസറിൽ നിന്ന് BSMS കെമിസ്ട്രിയിൽ കഴിഞ്ഞു. 3ാമത്തെ അറ്റംപ്റ്റിൽ, 1ാമത്തെ സീരിയസ് അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് വിജയം കരസ്ഥമാക്കി. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഓൾ ഇന്ത്യയിൽ 100 റാങ്ക്സിനുള്ളിൽ വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അത് 1ാമത്തെ സീരിയസ് അറ്റംപ്റ്റിൽ തന്നെ കരസ്ഥമാക്കി എന്നുള്ളതാണ് ദേവികയുടെ ഹൈലൈറ്റ്. ദേവികയുടെ പ്രിപ്പറേഷനെ കുറിച്ച്, പഠിച്ച രീതികളെക്കുറിച്ച് നമുക്ക് ഈ കോൺവെർസേഷനിൽ കൂടുതൽ എടുത്തറിയാം. ദേവിക, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. ദേവിക ലീഡ് IASൽ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പ് പ്രോഗ്രാമിലായിരുന്നു. ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പ് പ്രോഗ്രാമിൽ എല്ലാ പ്രോഗ്രാമുകളും സിസ്റ്റമാറ്റിക്കലി അറ്റൻഡ് ചെയ്ത ഒരാൾ കൂടിയാണ് ദേവിക. ഗ്രൂപ്പ് ഡിസ്കഷൻസിന് വന്നിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് 1-on-1 സെഷൻസ് ഒരുപാട് എടുത്തിരുന്നു. ആ രീതിയിലാണ് ദേവിക ഇൻ്റർവ്യൂവിനും സക്സസ്ഫുള്ളായി ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ദേവികയുടെ ഒരു സ്റ്റോറി ദേവിക തന്നെ പറയാമെന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴാണ് സിവിൽ സർവീസിലേക്ക് വന്നത്, ഡിഗ്രിക്ക് ശേഷം എങ്ങനെയൊക്കെയായിരുന്നു സിവിൽ സർവീസ് പ്രിപ്പറേഷൻ തുടങ്ങിയത്? സർ, ഞാനൊരു സയൻസ് ആൻഡ് റിസർച്ച് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. ഐസർ തിരുവനന്തപുരത്താണ് പഠിച്ചത്. അപ്പോൾ പഠിക്കുന്ന സമയത്തൊന്നും സിവിൽ സർവീസിനെ പറ്റി സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഐസറിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം എൻ്റെ ഫാദർ ഇൻ ലോ ഒക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഇങ്ങനൊരു കരിയർ പ്രോസ്പെക്റ്റ് ഉണ്ട്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെയാണ് സിവിൽ സർവീസ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ എന്നിട്ടും 1-2 വർഷം കഴിഞ്ഞിട്ടാണ് സീരിയസ് ആയിട്ട് ഒരു അറ്റംപ്റ്റ് തന്നെ എനിക്ക് കൊടുക്കാൻ സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് 2023 ഞാൻ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അങ്ങനെ പ്രിലിംസ് എഴുതി, എക്സാമിനെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് എല്ലാ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് ലഭിച്ചു. അധ്യാപകരുടെയും എൻ്റെ പാരൻസിൻ്റെയും പിന്നെ ഭാഗ്യം കൂടെ ലഭിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഓക്കെ. അപ്പം ഡിഗ്രിക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ചിന്ത വരുന്നത്. ഫാദർ ഇൻ ലോ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഒരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ, അതായത് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എനിക്ക് ഇത് പഠിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്? ആ ഡൗട്ട് എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത്? പഠിച്ച് തുടങ്ങി നോക്കാമെന്ന് വിചാരിച്ചു സർ. പഠിച്ച് തുടങ്ങി നോക്കിയപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് പഠിക്കാം. പിന്നെ അതിന് മുമ്പ് എഴുതിയ പരീക്ഷകളിലൊക്കെ പൂർണ്ണ വിജയമല്ലെങ്കിലും ചെറിയ ചെറിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി കഷ്ടപ്പെട്ടാൽ റിസൾട്ട് ഉണ്ടാവും എന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് സീരിയസ് ആയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ആയാലും അവരും പിന്നിൽ നിന്ന് നീ പഠിച്ചോളൂ എന്നുള്ളൊരു സപ്പോർട്ട് തന്നു. അപ്പോൾ സയൻസിൽ നിന്ന് എൻ്റെ ഫീൽഡിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടും അവർക്ക് അതൊരു പ്രശ്നമല്ലായിരുന്നു. തീരുമാനങ്ങൾ എനിക്ക് എടുക്കാമായിരുന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഓക്കെ. ഒരുപാട് ബിഗിനേഴ്സും ഒരുപാട് ആസ്പിറൻസും കാണുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. നമുക്കൊരാഗ്രഹം ഉണ്ടായി സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇൻ്റർനെറ്റിൽ പോയിട്ട് അടിച്ചു നോക്കുക ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള രീതിയിൽ. സോ വാട്ട് മെത്തേഡ് ദാറ്റ് യു ഹാവ് സെലക്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് മോർ അബൌട്ട് ദിസ് എക്സാം? സർ, യൂട്യൂബ് തന്നെയാണ് ആദ്യമായിട്ട് റിലൈ ചെയ്തത്. യൂട്യൂബിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് സിലബസും ഒക്കെ എടുത്ത് നോക്കുന്നത്. സിലബസിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്ത് നോക്കി. പിന്നെ നമ്മൾ ഇതിനുള്ള സപ്പോർട്ടിങ് സിസ്റ്റം എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കും. അപ്പോൾ അതിനനുസരിച്ച്
പഠനം ആരംഭിച്ച് കഴിയുമ്പോഴാണ് കൂടുതലായിട്ട് ഈ പരീക്ഷയ്ക്ക് പ്രത്യേക രീതിയിലുള്ളൊരു അപ്രോച്ച് വേണമെന്ന് മനസ്സിലാക്കുന്നത് സർ. അത് ഓൺ ദ കോഴ്സിലാണ് മനസ്സിലായത്. അതിന് പ്രധാനമായിട്ടും യൂട്യൂബിൽ പല വീഡിയോസ് വരും. അപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ളവരുടെ ഈ റീസെൻ്റായിട്ട് എഴുതിയിട്ടുള്ളവരുടെയൊക്കെ സ്ട്രാറ്റജി വീഡിയോസ്, സക്സസ്ഫുൾ ആയിട്ടുള്ളവരുടെ സ്ട്രാറ്റജി വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം എന്നെ സംബന്ധിച്ച് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രധാനമായിട്ടും ഈ പരീക്ഷയെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർ. അപ്പോൾ അതിലൂടെയാണ് ഈ പരീക്ഷ എങ്ങനെയാണ് കൂടുതൽ മനസ്സിലാക്കിയത്. അതിനോടൊപ്പം സിലബസ് ആദ്യമേ നോക്കുമായിരുന്നു, ഒപ്പം എപ്പോഴും നോക്കുമായിരുന്നു സർ. യൂട്യൂബിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ടോപ്പേഴ്സും ചിലപ്പോൾ പലതായിരിക്കും പറയാം, അവരുടെ സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആണ്. ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഞാൻ ഈ പാത്താണ് പിന്തുടരേണ്ടത് എന്നുള്ളത് ഒരു ജഡ്ജ്മെൻറ്റ് എങ്ങനെ എടുക്കുക? സർ, ഞാനിപ്പോൾ ഓർത്തെടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് വീഡിയോസ് കാണും. അതിങ്ങനെ റാൻഡമായിട്ട് വിലപ്പെട്ട സമയം ചിലവഴിച്ചല്ല കാണുന്നത്, റാൻഡമായിട്ട് കാണും. അത് കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സും മെൻറ്റേഴ്സും ഒക്കെ പറഞ്ഞു തരുന്ന കാര്യമുണ്ട്. പിന്നെ നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. അപ്പം നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ പറയുന്ന സ്ട്രാറ്റജീസിൽ നമുക്ക് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മളായിട്ട് തന്നെ ഡിവൈസ് ചെയ്തെടുക്കണം. ഇന്നയാളുടെ സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നല്ല സർ, നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോരുത്തരുടെക്കും ഓരോ സ്ട്രെങ്ത്സ് ആയിരിക്കും ഉണ്ടാവുക. ഈ എക്സാമിന് പലതരം സ്ട്രെങ്ത്സ് വേണമല്ലോ. അപ്പോൾ അത് ഫൈൻ ട്യൂൺ ചെയ്ത് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവ് നമുക്ക് വേണം. അത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് സാർ എനിക്ക് മനസ്സിലായിട്ട്. ഒരു കാര്യം പറഞ്ഞത്, ഈ സിവിൽ സർവീസ് പരീക്ഷ മറ്റ് എക്സാമിൽ നിന്നും വ്യത്യസ്തമായ ഒരു അപ്രോച്ചിലൂടെയാണ് നേടേണ്ടതെന്ന് പറഞ്ഞു. അപ്പം എന്ത് വ്യത്യാസമാണ് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി UPSC പരീക്ഷയിലേക്ക് വരുമ്പോൾ? കാരണം ദേവികയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസ് പലതും ദേവിക അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്തതിൽ നിന്ന് UPSCയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് മാറ്റമാണ് ഫീൽ ചെയ്തത്, സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്? സർ, ഏറ്റവും വലിയ മാറ്റം 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട് ഈ പരീക്ഷയ്ക്ക്. ആ 3 ഡിഫറെൻറ്റ് സ്റ്റേജസിലും UPSCക്ക് വേണ്ട പോലത്തെ ക്വാളിറ്റീസ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണത്. അപ്പോൾ ആ 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്നതാണ് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് സർ. അപ്പോൾ ഇതിനെ അറിഞ്ഞു വേണം പ്രിപ്പറേഷന് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ. അപ്പം PYQ ഓറിയൻറ്റഡ് ആയിട്ടാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്, അതിനനുസരിച്ചിട്ടാണ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തതെന്ന് പറഞ്ഞു. നമുക്കിനി ഓരോ സ്പെസിഫിക് സ്റ്റേജിലേക്ക് കുറച്ചുകൂടി ഒരു ഡെപ്തിൽ നമുക്ക് പോവാം. ഒന്നാമത്തെ സ്റ്റേജാണ് പ്രിലിമിനറി എക്സാം. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമാണ്. കുട്ടികൾക്ക് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷ. 15,000 പേര് മാത്രമേ കയറുള്ളൂ, 5 ലക്ഷം പേര് അപ്പിയർ ചെയ്യുന്നതാണ്. അപ്പം ഈ പ്രിലിമിനറി എക്സാം ടാക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? പ്രിലിമിനറി എക്സാം 2024 പ്രിലിമിനറി എക്സാം എഴുതാനായിട്ട് ഞാൻ PCM കോഴ്സ് പഠിക്കുമ്പോഴേ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരുന്നു, ബ്രോഡായിട്ടുള്ള നോട്ട്സ്. ആ നോട്ട്സ് ഞാൻ റിവൈസ് ചെയ്തിട്ട് ടെസ്റ്റ് സീരീസ് തുടങ്ങുമ്പോൾ ആ നോട്ട്സ് റിവൈസ് ചെയ്തിട്ട് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. അതിനു മുമ്പ് ക്ലാസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു, എന്നാലും അപ്പോഴെല്ലാം കണ്ടൻറ് സൈഡാണ് നോക്കിയിരുന്നത്. ഈ റിവിഷനിലൂടെ ഞാൻ കണ്ടൻറ്റാണ് നോക്കിയിരുന്നത്. അങ്ങനെ കുറച്ച് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി കണ്ടൻറ്റ് മാത്രം പറ്റില്ല, എന്തോ ഒരു സ്ട്രാറ്റജി കൂടെ വേണമെന്ന് മനസ്സിലാക്കി. പിന്നെ കുറച്ചും കൂടെ അതിനെപ്പറ്റി നോക്കി, യൂട്യൂബിലും അക്കാഡമീസിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടി. അങ്ങനെ ഒരു UPSCയുടെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി, എക്സാമിനറിനെ ഒന്ന് മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ബോൾഡായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അറ്റംപ്റ്റ്സ് കൂട്ടിയപ്പോഴാണ് എനിക്ക് മാർക്ക് പ്രിലിംസിന് കൂടാൻ പറ്റിയത് സർ. പിന്നെ പ്രിലിംസിന് പ്രധാനമായിട്ട് PYQ എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കമ്പൈലേഷൻ എടുത്തിട്ട് അത് ഡെയിലി സോൾവ് ചെയ്യുമായിരുന്നു CSATന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ PYQലോട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നതാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ കറക്റ്റായിട്ട് റിവൈസ് ചെയ്ത് ടെസ്റ്റ് സീരീസ് എടുക്കുമായിരുന്നു. എന്നിട്ട് ടെസ്റ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻ എൻ്റെ മാർക്ക് നോക്കിയിട്ട് കീ ഞാൻ നോക്കും, എനിക്കില്ലാത്ത കണ്ടൻറ്റ് ഞാൻ എഴുതി വെക്കും നോട്ടിൽ. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് എനിക്ക് ആ പ്രോസസ്സ് ഫുൾ കവർ ചെയ്യാൻ പറ്റി. എന്നിട്ട് ഫുൾ ടെസ്റ്റ് ആയപ്പം മൊത്തത്തിൽ റിവൈസ് ചെയ്ത് ഫുൾ ടെസ്റ്റുകൾ എടുക്കാൻ പറ്റി സർ. ഓക്കെ. PYQ ടെസ്റ്റ് സീരീസിലെ ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ സർ. ഓക്കെ. എന്തായിരുന്നു ഒരു റൈറ്റ് അറ്റംപ്റ്റ് എന്ന് ദേവികയ്ക്ക് തോന്നുന്നത്? ദേവികയെ സംബന്ധിച്ചിടത്തോളം എത്ര നമ്പർ, ഈ നമ്പറിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ഏകദേശം പീക്ക് ആവുന്നതെന്ന് തോന്നുന്നുണ്ടോ? സർ, ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോൾ അത് 90-95 ആയിരുന്നു. പക്ഷേ യഥാർത്ഥ പ്രിലിംസിന് എൻ്റെ ഓർമ്മയിൽ 89 ആണെന്ന് തോന്നുന്നു അറ്റംപ്റ്റ് ചെയ്തത് ക്വസ്റ്റ്യൻസ്. ഞാൻ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്തില്ല, 89-90 മാക്സിമം. അതായിരുന്നു എൻ്റെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ്.
ഇങ്ങനെ മൾട്ടിപ്പിൾ റൗണ്ട്സിലൂടെയാണോ പോകുന്നത്? ഈ പ്രിലിമിനറിയുടെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ എത്ര റൗണ്ട് പോകുമായിരുന്നു? 3 റൗണ്ട് പോകും സർ. ആദ്യം ഫുൾ എല്ലാ ക്വസ്റ്റ്യനും വായിക്കും, ഏറ്റവും ഷുവർ ആയിട്ടുള്ളത് മാർക്ക് ചെയ്യും. എല്ലാവരും പറയുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ഒന്ന് റൗണ്ട് ചെയ്ത് പോകും. രണ്ടാമത്തെ റൗണ്ടിൽ കുറച്ചുകൂടെ ഷുവർ ആയിട്ടുള്ളത് 50-50 ഒക്കെ നിർത്തിയിടും. മൂന്നാമത്തെ റൗണ്ടിൽ ഫൈനൽ ഒരു ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിൽ ചെയ്യും. പിന്നെ ഓരോ 15 മിനിറ്റ്സിലും ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് സെറ്റ് ചെയ്തിട്ടാണ് എക്സാം ഹാളിൽ കയറി ചെയ്തത്. അത് ഈ ടെസ്റ്റ് സീരീസിലൂടെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഈ പ്രിലിമിനറി സ്റ്റേജിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പർട്ടിക്കുലർലി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നോ? അതോ എല്ലാ സബ്ജക്റ്റുകളും ഈക്വലി മാനേജബിൾ എന്നുള്ളൊരു തോന്നലായിരുന്നോ? സർ, ഇന്നൊരു സബ്ജക്റ്റിന് ഒരുപാട് മാർക്ക് കുറയുന്ന പോലെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ചില സബ്ജക്ട്സ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ എല്ലാ സബ്ജക്റ്റും പഠിക്കണമെന്നുള്ളത് കൊണ്ട് എല്ലാം പഠിക്കുമായിരുന്നു. പിന്നെ ചില സബ്ജക്ട്സ് ഭയങ്കര വാസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി പഠിക്കാൻ ഒരു ചെറിയ മടിയുണ്ട്. അങ്ങനെ തോന്നിയിട്ടുള്ളൂ സർ. ഓക്കെ, 2 സബ്ജക്റ്റ് എനിക്ക് എടുത്ത് ചോദിക്കാനുള്ളത്, ഒന്ന് എൻവയോൺമെൻറ്റും 2 സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള റിസോഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനില്ല. എസ്പെഷ്യലി സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഡൈനാമിക്കാണ്. അപ്പം ഈ 2 ടോപ്പിക്കുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? സർ, എൻവയോൺമെൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പോൾ ക്ലാസ് നോട്ട്സ് കൂടാതെ ഓരോ ടോപ്പിക്കിലും ഞാൻ പേപ്പറിൽ നിന്ന് തന്നെ ആദ്യം തൊട്ടേ മാർച്ച് തൊട്ടേ ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ തൊട്ടേ എനിക്കിഷ്ടമുള്ള ടോപ്പിക് ആയതുകൊണ്ട്, ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആയാലും അത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വരും, ഫ്ലഡൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇഷ്ടമുള്ള ടോപ്പിക്സ് ഞാൻ പേപ്പറിൽ നിന്ന് തന്നെ നോട്ട്സ് ഉണ്ടാക്കി വെക്കുമായിരുന്നു. എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴേ ഇങ്ങനെ എനിക്കിഷ്ടമുള്ള പോയിൻറ്റ്സൊക്കെ ഞാൻ എഴുതി വെക്കുമായിരുന്നു ഓൺലൈനായിട്ട്. പിന്നെ അതുകൂടാതെ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ ഒരു നോട്ട് ഉണ്ടാക്കി. ആ നോട്ടിൽ പോയിൻറ്റ്സ് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ടായിരുന്നു ആ നോട്ട്സ് ഉണ്ടാക്കിയത് സർ. അപ്പോൾ പോയിൻറ്റ്സ് ഇല്ലെങ്കിൽ ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും നല്ലൊരു നോട്ട് എടുത്തിട്ട് അതിൽ നിന്ന് പോയിൻറ്റ്സ് എഴുതി വയ്ക്കും. അങ്ങനെയായിരുന്നു എൻവയോൺമെൻറ്റും സയൻസ് ആൻഡ് ടെക്നോളജിയും ചെയ്തു. ഈ 2 സബ്ജക്ട്സ് എനിക്കിഷ്ടമുള്ളതുകൊണ്ട് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ഓൺലൈൻ നോട്ട് ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിലിംസിന് അഡീഷണൽ സെൽഫായിട്ടുള്ള ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസം ഫോളോ ചെയ്തിരുന്നു സർ. പ്രിലിംസിന് അങ്ങനെ ഒരു എൻവയോൺമെൻറ്റും സയൻസ് ആൻഡ് ടെക്നോളജിയും നമുക്ക് ന്യൂസ് പേപ്പറിൽ നിന്നൊക്കെ കിട്ടുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പ്രിലിംസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഒരു ഓർഗാനിക്കായിട്ട് നമ്മൾ പഠിക്കുന്നു, ഒരു മനസ്സിലാക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പ്യുവർ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ 2 ഏരിയാസിൽ കുറവാണ്. അപ്പോൾ UPSCയുടെ മൊത്തത്തിലുള്ളൊരു എക്സാം പാറ്റേൺ പ്രിലിംസിൻ്റെ മനസ്സിലാക്കി ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് സാർ എനിക്ക് തോന്നുന്നത്. ഞാനപ്പോൾ കൂടുതൽ എൻ്റെ നോട്ട്സൊക്കെ മെയിൻസ് ഓറിയൻറ്റഡ് ആണ്. പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ 2 സബ്ജക്ട്സിനും ഞാൻ നോട്ട് ഉണ്ടാക്കിയിട്ടില്ല. പ്രിലിംസ് അടുപ്പിച്ച് വന്നപ്പോഴത്തേക്കും ഇപ്പം പൊല്യൂഷൻ്റെ ഒക്കെ ടോപ്പിക്കിൽ പ്രിലിംസ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് പോയിൻറ്റ്സ് എഴുതി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എയർ ക്വാളിറ്റി, ഓരോ പൊല്യൂട്ടൻസ്, അങ്ങനത്തെ കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ എൻവയോൺമെൻറ്റിൽ റിലേറ്റഡ് ജോഗ്രഫി ഓവർലാപ്പ് വരുന്നതാണ് നാഷണൽ പാർക്സ്, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സൊക്കെ. അത് യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് UPSCയുടെ പ്ലേലിസ്റ്റ് കണ്ടിട്ടാണ്, അത് പിക്ടോറിയലായിട്ടാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് അതൊരു വലിയ ബർഡനായിട്ട് തോന്നിയിട്ടില്ല. അത് ഒരുപാട് പഠിക്കാനുള്ള ഏരിയ ആണ്. ഓക്കെ, ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വന്നതിന് ശേഷം പാസ് ഔട്ട് ആകുന്ന ആദ്യത്തെ UPSC ബാച്ച് നിങ്ങളുടെ ആയിരിക്കും. ആൻഡ് ദാറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് തിങ് ഇൻ UPSC പ്രിപ്പറേഷൻ, ഐ ബിലീവ് സോ. സോ ഞാൻ എത്രമാത്രം ഈ പറയുന്ന ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ChatGPT, Gemini, ഇതൊക്കെ പ്രിപ്പറേഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ? എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? സർ, ChatGPT ഒക്കെ എൻ്റെ മെയിൻസിൻ്റെ സമയത്താണ് പോപ്പുലർ ആവുന്നത്, നമുക്കൊക്കെ ആക്സസിബിൾ ആവുന്നത്. പക്ഷേ നമ്മൾ മെയിൻസിന് പഠിക്കുമ്പോൾ തന്നെ ChatGPT ഒക്കെ പറ്റി ഇൻറ്റൻസീവ്ലി ഞാൻ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്, ഭയങ്കര പൊല്യൂട്ടിംഗ് ആണ്, വളരെ വാട്ടർ ഇൻറ്റൻസീവ് ആണ്, കോൺഫ്ലിക്റ്റ് മിനറൽസ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് എത്തിക്കലി എൻ്റെ മനസ്സിൽ ഞാനൊരു പ്രോംപ്റ്റ് വെറുതെ ഹായ് എന്ന് ചോദിച്ചാൽ എത്രമാത്രം എനർജിയാണ് വേസ്റ്റ് ആവുന്നതെന്നൊരു തോട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിൻസിൻ്റെ സമയത്തൊന്നും ChatGPT യൂസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തെപ്പോഴത്തേക്കും യൂസ് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇൻ്റർവ്യൂ തീരാറായപ്പോൾ ഞാൻ ChatGPTയോട് തന്നെ ചോദിച്ചു, ഇത്രയും എനിക്കിങ്ങനെ ഒരു എത്തിക്കൽ ഡിലമ ഉണ്ടായിരുന്നു, അപ്പം ഇത്ര എനർജി ഇൻറ്റൻസീവാണ്, സസ്റ്റൈനബിൾ അല്ല, ഞാൻ എന്നിട്ടും ChatGPT യൂസ് ചെയ്തു എന്ന് ഞാൻ ChatGPTയോട് തന്നെ ചോദിച്ചു. അപ്പോൾ ChatGPT എനിക്ക് റിപ്ലൈ തന്നത് അതിന് പാരലായിട്ട് ഈ അൺസസ്റ്റൈനബിൾ അല്ല,
എന്നുള്ള രീതിക്കാണ് ChatGPTക്ക് മറുപടി തന്നത്. ഇപ്പം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്നാലും അങ്ങനത്തെ എത്തിക്കൽ ഡിലമ വരേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫിൽ നമ്മൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിലും കാർബൺ ഫുട് പ്രിൻറ്റും വാട്ടർ ഇൻറ്റൻസീവ് ഒക്കെയാണ്. അപ്പം അങ്ങനെ ഒരു ഡിലമയുടെ ആവശ്യമില്ല. ഇതിപ്പോഴത്തെ ഒരു ആവശ്യമാണ്. നമ്മൾ അതിന് എവിടെയെങ്കിലും ഓഫ്സെറ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു അഡ്വൈസാണ് ChatGPT എനിക്ക് തന്നത്. ഇൻ്റർവ്യൂ സ്റ്റേജിലാണ് സാർ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് മെയിൻ സ്റ്റേജിലേക്ക് വരാം. മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷണൽ കണ്ടന്റിൻ്റെ ഒരു ഗെയിമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. വൺസ് യു കവർ ദ സിലബസ് പ്രോപ്പർലി വെൽ ആൻഡ് റിവൈസ് പ്രോപ്പർലി വെൽ, പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് തന്നെയായിരുന്നു അപ്രോച്ച്. അതെ സർ, ഫൗണ്ടേഷണൽ കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഞാൻ PCM ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ ലക്ഷ്യം. അപ്പോൾ മാർച്ച് ടു ഡിസംബർ ഞാൻ ഓപ്ഷണലിൻ്റെയും GS പേപ്പേഴ്സിൻ്റെയും കണ്ടന്റ് എഴുതി വെക്കൽ തന്നെയായിരുന്നു. പിന്നെ പാരലായിട്ട് വാല്യൂ അഡിഷൻ ഞാൻ ഓൺലൈനായിട്ട് ഉണ്ടാക്കി വെക്കുമായിരുന്നു. അപ്പോൾ ഇത് സെറ്റ് ചെയ്യൽ എന്നുള്ള തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. ഈ പ്രാക്ടീസിൻ്റെ ഒരു ഫ്രീക്വൻസി എങ്ങനെയായിരുന്നു? ഐ മീൻ ഈ പ്രിലിംസ് തൊട്ട് മെയിൻസ് വരെ എത്ര നമുക്ക് 90 ദിവസമാണ് കിട്ടുക. അപ്പം എല്ലാ ദിവസവും ആൻസർ എഴുതുമായിരുന്നു, അതോ വീക്ക്ലി ടെസ്റ്റ് ആയിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? സർ, എല്ലാ ദിവസവും ആൻസർ എഴുതുമായിരുന്നു. ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും എഴുതുമായിരുന്നു, ടൈം വെച്ചിട്ട് എഴുതുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീക്ക്ലി ടെസ്റ്റുകൾ എല്ലാ ദിവസവും എടുക്കുമായിരുന്നു. എല്ലാ ആഴ്ചയും വീക്ക്ലി ടെസ്റ്റും എടുക്കുമായിരുന്നു സർ. പിന്നെ ഫുൾ ടെസ്റ്റ് എടുത്തിട്ടുണ്ട്. 2 ഫുൾ ടെസ്റ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ. അപ്പം ഈ ആൻസർ റൈറ്റിങ്ങിൽ ദേവിയൊക്കെ എന്താ തോന്നുന്നത്? ആൻസർ റൈറ്റിങ്ങിൽ ഈ 5 ക്വാളിറ്റീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 3 ക്വാളിറ്റീസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ദേവി കരുതുന്നത്? സാർ, എനിക്ക് തോന്നിയിട്ടുള്ളത് സിമ്പിളായിരിക്കണം ആൻസർ എന്നുള്ളതാണ്. അത് എൻ്റെ ചില ആൻസേഴ്സ് വായിച്ചിട്ട് സിമ്പിളാണെന്ന് എനിക്ക് കിട്ടുന്നൊരു ഫീഡ്ബാക്കാണ്. അപ്പോൾ അല്ലേ അതർ സൈഡിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ചിലപ്പോൾ മാർക്ക് കിട്ടുമായിരിക്കും. അത് ഒരു പോയിൻ്റാണെന്ന് എനിക്ക് തോന്നുന്നു സാർ. പിന്നെ രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടൻറ്റ് വേണം. കണ്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മൂന്നാമത്തെ കാര്യം, ഈ കണ്ടൻറ്റ് ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കണം. ആൻസർ വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണെന്ന് തോന്നണം സാർ. ഇത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇത് ആൻസർ എഴുതുമ്പോഴുള്ള പ്രത്യേകിച്ചുള്ളൊരു ഡിലമയാണ് എത്ര പോയിന്റുകൾ കൊണ്ടുവരണം എന്നുള്ളൊരു സംഭവം. എന്തായിരുന്നു ദേവികയ്ക്ക് അതിനോടുള്ളൊരു അപ്രോച്ച്? കാരണം അത് ഒരു വളരെ ഡിറ്റർമൈനിങ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത്ര പോയിന്റുകൾ എഴുതുന്നത്? ഇവിടെ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 സബ് പാർട്സ് ഉണ്ടെങ്കിൽ ഒരു സബ് പാർട്ടിൽ 5 പോയിന്റ്സ്, മറ്റേ സബ് പാർട്ടിൽ 4 പോയിന്റ്സ്. ഇത്രയും ഞാൻ എഴുതാൻ ശ്രമിക്കുമായിരുന്നു സാർ. പിന്നെ പോയിന്റ്സിനേക്കാൾ ഉപരി ആ പോയിന്റ്സ് ഒന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതുക, അതൊന്നും ചെയ്യുമായിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്യുമായിരുന്നു. എല്ലാം ബോക്സിൽ ഇട്ടിട്ട് എക്സാമ്പിൾ കാണണം എന്നുള്ളൊരു രീതിക്ക് എഴുതുമായിരുന്നു. വിസിബിലിറ്റി ഫാക്ടർ. അതെ, ഈ സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ദേവികയുടെ ആൻസേഴ്സ് ആദ്യം കുറച്ച് കോംപ്ലക്സ് ആയിരുന്നോ? അത് സിംപ്ലിഫൈ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അല്ല സാർ, അങ്ങനെ കോംപ്ലക്സ് അല്ലായിരുന്നു. എഴുതി തുടങ്ങുമ്പോഴേ, കാരണം അങ്ങനെയല്ല സാർ, ടോപ്പേഴ്സിൻ്റെ ആൻസറൊക്കെ നോക്കിയിട്ടാണല്ലോ എഴുതി തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് കോംപ്ലക്സ് ആണെന്ന് ഇതുവരെ എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടില്ല. സിമ്പിൾ ആണെന്നാണ് വായിച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് സാർ. എൻ്റെ ലാംഗ്വേജ് എൻ്റെ കൂടെ ആയിരിക്കും. വലിയ കട്ടിയുള്ള വേർഡ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യത്തില്ല. അത് ഞാൻ സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ എഴുതുന്നതുകൊണ്ട് കണക്റ്റ് ആവുന്നതായിരിക്കും. ഇതിൽ എക്സ്റ്റൻസീവ്ലി പറഞ്ഞൊരു കാര്യം ടോപ്പേഴ്സിൻ്റെ കോപ്പീസ് റിലേ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. എനിക്ക് തോന്നുന്നു 2020-21 കാലത്തിന് ശേഷം ഞാൻ കാണുന്ന പല ടോപ്പേഴ്സും എക്സ്റ്റൻസീവ്ലി ടോപ്പേഴ്സ് കോപ്പീസ് റിലേ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇൻ്റർനെറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് കോപ്പീസ് അവൈലബിളുമാണ്. അപ്പം ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പേഴ്സിനെ ഫോളോ ചെയ്ത് ആ പാറ്റേണിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇപ്പോൾ സാർ, മെയിൻസിൽ ഞാൻ എക്സ്റ്റൻസീവായിട്ട് അനിമേഷ് പ്രധാൻ AIR 2 സാറിൻ്റെ ആൻസർ കോപ്പീസാണ് നോക്കിയത്. അതേ സെയിം ക്വസ്റ്റ്യൻ വാട്ടർ റിസോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ GS3 ഉണ്ടായിരുന്നു. അതിലെ സെയിം പോയിന്റ്സ്, സാറിൻ്റെ ആൻസറിലെ സെയിം പോയിന്റ്സ് ഞാൻ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ സാറിൻ്റെ ആൻസറിൽ നമ്മൾ കണ്ടൻറ്റ് തേടി എവിടെയും പോകണ്ട. വളരെ വാല്യുബിൾ ആയിട്ടുള്ള കണ്ടൻറ്റും ആൻസർ ഷീറ്റിൽ തന്നെയുണ്ട്. പിന്നെ വളരെ കൺസൈസായിട്ട് ബ്രീഫായിട്ടും എക്സാമ്പിളോട് കൂടിയിട്ടുള്ളൊരു ആൻസർ ഷീറ്റ് തന്നെയാണ് അത്. പിന്നെ ശ്രുതി ശർമ്മ മാമിൻ്റെയും ആൻസർ ഷീറ്റ്സ് നോക്കിയിട്ടുണ്ട് സാർ. ഓക്കെ. അപ്പം ഈ ടോപ്പേഴ്സിൻ്റെ കോപ്പീസിന് കണ്ടൻറ്റും എടുക്കും, അതിൻ്റെ ഒരു സ്റ്റൈലും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഈ ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഫ്രസ്ട്രേറ്റിംഗ് ആണ് പലർക്കും. കാരണം എഴുതുക അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പോയി എഴുതണം, അതൊരു ചടങ്ങാണ് എന്നുള്ള രീതിയിൽ? ഇല്ല സാർ, അങ്ങനെ തോന്നിയിട്ടില്ല. എഴുതി തീർക്കാൻ പറ്റില്ലായിരുന്നോ? ഫുൾ സെക്ഷണൽ ടെസ്റ്റ് തന്നെ ആയാലും
എഴുതി തീർക്കാൻ നല്ല പാടായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് ലാസ്റ്റ് എക്സാം ഫുൾ ടെസ്റ്റിന് മുമ്പുള്ള സെക്കൻഡ് ലാസ്റ്റ് സെക്ഷണൽ ടെസ്റ്റൊക്കെ ആയപ്പോൾ എൻ്റെ മെൻറ്റർ പറഞ്ഞു തന്നതനുസരിച്ച് ടൈം സ്ലോട്ട് വെച്ചിട്ട് 45 മിനിറ്റ്സിൽ ഇത്ര ക്വസ്റ്റ്യൻ എഴുതണം. അങ്ങനെ 45 മിനിറ്റ്സിൻ്റെ ടൈം സ്ലോട്ട് വെച്ച് എഴുതിയപ്പോഴാണ് തീർക്കാൻ പറ്റുന്നത്. ടൈം മാനേജ്മെന്റ് അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ടൈം മാനേജ്മെൻ്റ് ആയിരുന്നു സർ പ്രശ്നം. എഴുതുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ലായിരുന്നു. കാരണം എനിക്കെപ്പോഴും എഴുതുമ്പോൾ നമുക്കത് ഒന്നും കൂടെ എൻ്റെ മനസ്സിൽ ഉറക്കുന്നുള്ളൊരു, അങ്ങനെ എഴുതി പഠിച്ചിട്ടുള്ള ആളായതുകൊണ്ടായിരിക്കും എനിക്ക് എഴുതുമ്പോൾ അതൊന്നും കൂടെ എനിക്ക് തലയിൽ കയറും എന്നുള്ളതാണ്. കാരണം എഴുതി ഒരുപാട് നോട്ട് ഉണ്ടാക്കി പഠിച്ചിട്ടുള്ളതാണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കഴിഞ്ഞ പോലെ 93rd റാങ്ക് കിട്ടിയ ആനി. ഓക്കെ, ആനിയും ഇതുപോലെ തന്നെ എക്സ്റ്റെൻസീവായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിച്ച ആളാണ്. അപ്പം എന്തായാലും നോട്ട് മേക്കിങ്ങിൻ്റെ ഒരു സ്ട്രാറ്റജി? സർ, ആദ്യത്തെ റീഡിങ്ങിൽ നമുക്ക് ഒരുപാട് പോയിന്റ്സ്, ഇപ്പോൾ ഒന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം നോട്ടിലോട്ട് എഴുതണം എന്ന് തോന്നും. പക്ഷേ കറക്റ്റായിട്ട് PYQയും സിലബസും അടുത്തുണ്ടെങ്കിൽ, അതിനെപ്പറ്റി ഒരു ഗ്രാഹ്യം ഉണ്ടെങ്കിൽ, നമ്മൾ ആ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, നമുക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം, ഇതിൻ്റെ ഒരു മിക്സ് എടുത്ത് നോട്ടിലോട്ട് എഴുതുക എന്നുള്ളതാണ്. അത് തന്നെയായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. എൻ്റെ പ്രിലിംസിൻ്റെ നോട്ട് വളരെ വാസ്റ്റാണ്, കുറേ ഉണ്ട്. അത് ഞാൻ ഒരുപാട് സ്പേസ് വിട്ടിട്ടായിരുന്നു നോട്ട് എഴുതുന്നത്. പേപ്പർ കുറച്ച് വേസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യത്തിൽ. കാരണം എന്തെങ്കിലും അഡീഷൻ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്കണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ പ്രിലിംസിന് സബ്ജക്ട് വൈസ് ആണോ നോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അതെ സർ. ആർട്ട് ആൻഡ് കൾച്ചർ, മോഡേൺ ഹിസ്റ്ററി, അങ്ങനത്തെ സബ്ജക്ട് വൈസ്. കംപ്ലീറ്റ്ലി റിട്ടൺ നോട്ടായിരുന്നു, ഡിജിറ്റൽ നോട്ട് ഉണ്ടായിരുന്നില്ലേ? കറണ്ട് അഫയേഴ്സിന് ഡിജിറ്റൽ നോട്ട്സ് ആയിരുന്നു. പത്രം വായിക്കുന്ന നോട്ട്സൊക്കെ ഡിജിറ്റലി ആയിരുന്നു നോട്ട് ചെയ്തിരുന്നത്. ബാക്കി സ്റ്റാറ്റിക് ഏരിയ ക്ലാസ്സിൽ ഹാൻഡ് ഔട്ട് ചെയ്യുന്ന എഴുതുന്നത് അതെല്ലാം പേപ്പറിലായിരുന്നു. ഓക്കെ, സിലബസ് മുഴുവൻ ഇങ്ങനെ നോട്ട് എഴുതി കൺസോൾട്ടേറ്റ് ചെയ്ത് കവർ ചെയ്തു. അതെ സർ. പ്രിലിംസിനും മെയിൻസിനും ആ രീതി തന്നെയാണ്? പ്രിലിംസിന് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഉണ്ടാക്കിയില്ല. മെയിൻസിന്റെ നോട്ടിൽ നിന്നൊരു എൻറിച്ച്മെന്റ് പോലെ ഒരു സപ്പോർട്ടിങ് വളരെ. ഇപ്പം പ്രിലിംസ് വരുമ്പോൾ ഏൻഷ്യൻ ഹിസ്റ്ററിക്കും മോഡേൺ ഹിസ്റ്ററിക്കും എൻവയോൺമെൻറ്റിലെ കുറച്ച് ഫാക്ച്വൽ ഏരിയ, പൊളിറ്റിയിലെ കുറച്ച് മറന്നു പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ മാത്രമേ സെപ്പറേറ്റ് ആയിട്ട് പ്രിലിംസ് അടുപ്പിച്ച് ടെസ്റ്റ് സീരീസിനും കൂടെ ഓറിയൻറ്റഡ് ആയിട്ട് നോട്ട് എഴുതി. ഈ മെയിൻസിൻ്റെ നോട്ടും പ്രിലിംസിലെ നോട്ടും ഒരുമിച്ചാണുള്ളത്. നമ്മൾ പ്രിലിംസിന് റിവിഷൻ ചെയ്യുമ്പം ഈ മെയിൻസിൻ്റെ നോട്ടും കൂടെ കൂടിയിരിക്കുന്നതുകൊണ്ട് ആ റിവിഷൻ എഫക്റ്റീവ് ആവുമോ? പ്രിലിംസിന് ടെസ്റ്റ് സീരീസ്, ഇപ്പോൾ ഒരു പ്രിലിംസ് ടെസ്റ്റ് സീരീസിൻ്റെ ഓരോ ആഴ്ചയിൽ എൻ്റെ കയ്യിലുള്ള നോട്ട്സ് ഞാൻ റിവൈസ് ചെയ്യും. അപ്പം വളരെ മെയിൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പാർലമെൻ്ററി കമ്മിറ്റീസ് ഒക്കെ വരുമ്പോൾ അതൊന്നും പ്രിലിംസിന് അത്ര ചോദിക്കത്തില്ല. അപ്പോൾ ആ ഏരിയാസൊക്കെ വരുമ്പോൾ ഒന്ന് ബ്രഷ് ചെയ്ത് വിടത്തേ ഉള്ളൂ. പാർലമെൻ്ററി കമ്മിറ്റീസൊക്കെ എൻ്റെ നോട്ട്സ് കുറച്ച് PYQ ഓറിയൻറ്റഡ് നോട്ട്സ് ആയിരുന്നു സർ. അപ്പോൾ അത് മെയിൻസ് PYQ ഓറിയൻറ്റഡ് നോട്ട്സ് ആണ്. അപ്പോൾ അതൊക്കെ ബ്രഷ് ചെയ്ത് വിടും. അപ്പോൾ എനിക്ക് അറിയാം ഏതാ വായിക്കേണ്ടതെന്നുള്ളപ്പോൾ ആ രീതിക്ക് ഞാൻ വായിക്കുമായിരുന്നു. പിന്നെ രണ്ടാമത് റിവിഷൻ ചെയ്തത് ഈ നോട്ടിൽ നിന്ന് ഞാൻ പ്രിലിംസിന് വളരെ പിക്ക് ചെയ്ത് നോട്ട് വേറെ എഴുതി. ഇപ്പോൾ പൊളിറ്റി ആണെങ്കിലും പാർലമെൻറ്റിലൊക്കെയുള്ള UPSC ചോദിക്കുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ച്, കുറച്ച് ചെറിയൊരു വളരെ കൺസൈസ് ആയിട്ട് പാർലമെൻറ്റ് മുഴുവൻ 4 പേജ് എന്തോ ഉള്ളൊരു നോട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് റിവൈസ് ചെയ്തു. എനിക്കൊന്ന് കഴിഞ്ഞ പ്രിലിംസിൽ പാർലമെൻറ്റിൽ നിന്ന് 7 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഭയങ്കര റിവാർഡിങ് ആയിരുന്നു. അതെ സർ. ഓക്കെ, ഈ മെയിൻസിൻ്റെ നോട്ട് ഫൈനലി മെയിൻസിൻ്റെ റിവിഷനിലേക്ക് വരുന്നപ്പം എത്രമാത്രം ബൾക്കി ആയിരുന്നു നോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? കാരണം പല കുട്ടികളും പറയുന്നൊരു കാര്യം, ഇങ്ങനെ നോട്ടുണ്ടാക്കി പോകും, ഫൈനലി ദേ നോട്ട് ഏബിൾ ടു റിവൈസ്. സോ അതെങ്ങനെ ടാക്കിൾ ചെയ്തത്? സർ, എൻ്റെ കയ്യിലുള്ള നോട്ട് ഞാൻ 5-6 പ്രാവശ്യം ഓൾറെഡി പ്രിലിംസിന് വേണ്ടി റിവൈസ് ചെയ്ത നോട്ടാണ്. അപ്പോൾ അത് ഓരോ വീക്കിലുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പേപ്പർ എടുത്ത് 2ആയിട്ട് മടക്കി 2 സൈഡിലോ അല്ലെങ്കിൽ 3ആയിട്ട് മടക്കി 3 ആയിട്ട് മെയിൻസിന് വേണ്ട പോലെ വളരെ കൺസൈസ് ആക്കി. അപ്പം പാർലമെൻറ്റ് ഓർമ്മയില്ല എത്രയുണ്ടെന്ന്. ഇപ്പോൾ ഇൻറ്റേർണൽ സെക്യൂരിറ്റി എടുത്താൽ ഇൻറ്റേർണൽ സെക്യൂരിറ്റി മൊത്തം കൂടി ഒരു 10 പേജ് ഉണ്ടാവും. അതിലെ പോയിന്റ്സുകളും ഫാക്ടുകളും ഉത്തരത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതെ. ഓക്കെ, നമുക്കിനി ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് വരാം. ഇൻ്റർവ്യൂ സ്റ്റേജിൽ എങ്ങനെയായിരുന്നു ആദ്യം ഇൻ്റർവ്യൂ പോയത്? എങ്ങനെയാണ്, എന്തൊക്കെ ചോദ്യങ്ങൾ അവർ ചോദിച്ചത്? എനിക്ക് സഞ്ജയ് വർമ്മ സാറിൻ്റെ ബോർഡായിരുന്നു. സാർ ആദ്യം തുടങ്ങിയത് 10 കേരളത്തിൽ നിന്നുള്ള ആളാണല്ലോ, അപ്പോൾ കേരളത്തിലെ 10 ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഫീൽഡിൽ ആൾക്കാരുടെ പേര് പറഞ്ഞു. അപ്പോൾ അതൊക്കെ സാറിന് അറിയാം. സാറിന് അറിയാത്ത എത്തിയപ്പോൾ സാർ ഐ ഡോണ്ട് നോ ഹിം, സേ അനദർ എന്ന് പറയും. അങ്ങനെ കുറച്ച് ഏരിയാസ് പറഞ്ഞു. പിന്നെ ഞാൻ വിട്ടുപോയത് ഈ ഏരിയയിൽ ഒരാളെ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മെമ്പേഴ്സിലേക്ക് വന്നപ്പോഴത്തേക്കും അവർ പേപ്പറിൽ വായിച്ച ന്യൂസ് ഏതാണ് ഓർമ്മയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് താരിഫായിരുന്നു വലിയ ഇഷ്യൂ. അപ്പോൾ 2 പേര് മെയിൻലി താരിഫിനെ പറ്റിയാണ് ചോദിച്ചത്. പിന്നെ ഒരു സാറ് കേരള ആയതുകൊണ്ട് ബ്ലൂ എക്കോണമിയുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പോർട്ടിനെ പറ്റി, വിഴിഞ്ഞത്തെ പറ്റിയൊക്കെ അപ്പോൾ അവിടെ പറഞ്ഞു. പിന്നെ 2 മാം ഉണ്ടായിരുന്നു. മാം 2 പേരും കൂടുതലും ഡാഫ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അവരെൻ്റെ 7th എൻട്രി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഹോബീസിൽ നിന്നും
ലീഡർഷിപ്പ് റോൾസ് നോക്കാം. ഓക്കെ, എന്തൊക്കെയായിരുന്നു ഹോബീസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബീസും? സർ ഹോബീസിൽ ന്യൂട്രീഷനെ പറ്റി ക്വസ്റ്റ്യൻസ് മാം ചോദിച്ചു. പിന്നെ അതുകൂടാതെ വിഷ്വലി ഇമ്പയർഡിൻ്റെയും ഹിയറിംഗ് ഇമ്പയർഡിനെ റിലേറ്റ് ചെയ്ത് ജനറൽ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള എല്ലാ മോക്ക് ഇൻ്റർവ്യൂസിനും ചോദിക്കുന്ന വോയിസ് ഡൊണേഷൻ വെച്ച്. അതെ സർ. പിന്നെ ന്യൂട്രീഷൻ ഉള്ളതുകൊണ്ട് ന്യൂട്രീഷനെ പറ്റിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് ഇൻട്രസ്റ്റ്, എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റി, എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇത് മനസ്സിലാക്കിയതുകൊണ്ട് എന്തൊക്കെ നമുക്ക് ചുറ്റുപാടിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് ഈ ഇൻഡസ്ട്രിയിൽ ഉള്ള ഈ പ്രോസസ്ഡ് ഫുഡ് നമ്മുടെ മാർക്കറ്റിലുള്ളതിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു സാർ അത്. ഈ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ലീഡിൽ എനിക്ക് തോന്നുന്നു ഗ്രൂപ്പ് ഡിസ്കഷൻ അതൊരു കംപ്ലീറ്റ് സൈക്കിളായിട്ട് അത് പോവുകയും ചെയ്തിട്ടുണ്ട്. ഹൗ ഇറ്റ് ഹെൽപ്ഡ്? സാർ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് കുറച്ച് റിലയബിൾ സോഴ്സസിനോടൊക്കെ ചോദിച്ച് വീഡിയോസ് കണ്ട് മനസ്സിലാക്കിയിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലീഡ് ഓഫർ ചെയ്ത എല്ലാ പ്രോഗ്രാംസും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം സാറുമായിട്ടും ജിതിൻ സാറുമായിട്ടും കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ്ങും 1-on-1 ഒക്കെയാണ് ആദ്യം എടുത്തു തുടങ്ങിയത്. അപ്പോൾ ഒരു സ്റ്റാൻഡിങ് പോയിൻ്റ് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഞാൻ എല്ലാ 1-on-1നും പോയിട്ട് അവിടെ നിന്ന് ഇടുന്ന ഫീഡ്ബാക്ക്സ് ഞാനെല്ലാം നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു ഓൺലൈനായിട്ട്. അപ്പോൾ ആ ഏരിയാസിൽ വർക്ക് ചെയ്യാനായിട്ടും പിന്നെ മറന്നു പോകാതിരിക്കാനായിട്ടും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ലീഡിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ തുടങ്ങി. അപ്പോൾ ഉണ്ണി സാറ് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് വോയിസ് മെസ്സേജായിട്ട് അയക്കുമായിരുന്നു. പിന്നെ അതിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സർവീസിലുള്ളവരുമായിട്ടുള്ള 1-on-1 ലീഡിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റി. ഫെബിൻ സാറുമായിട്ടും നെവിൻ സാറുമായിട്ടൊക്കെയുള്ള അറേഞ്ച് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ 1-on-1s എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിതിൻ സാറിൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് കണ്ടൻറ് സൈഡ് എൻ്റെ 7th എൻട്രി എനിക്ക് ആക്ച്വൽ ഇൻ്റർവ്യൂവിന് വന്ന ക്വസ്റ്റ്യൻസും എല്ലാം ജിതിൻ സാറിൻ്റെ കൂടെ ഇരുന്ന് കുറേ കണ്ടൻറ്റും എനിക്ക് ജിതിൻ സാർ പ്രിപ്പയർ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻ്റർവ്യൂവിന് നമ്മൾ കണ്ടൻറ് പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്തോ അതോ നമ്മൾ ഓൾറെഡി പഠിച്ച മെയിൻസ് നോട്ട് തന്നെ വീണ്ടും വായിച്ചിട്ട് ഡീൽ ചെയ്യാമെന്നാണോ കരുതിയത്? ഡാഫിൻ്റെ ഡെഫിനറ്റ്ലി യു മൈറ്റ് ഹാവ് മെയ്ഡ് എ നോട്ട് അല്ലേ? അതിന് അപ്പുറത്തേക്ക് ഉള്ള പ്രിപ്പറേഷൻ, എസ്പെഷ്യലി കറണ്ട് അഫയേഴ്സിൻ്റെ പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ, ജനറൽ സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് കണ്ടൻറ് മാനേജ് ചെയ്യാനെന്ന് തോന്നിയത്? സർ മെയിൻസിൻ്റെ പോലെ തന്നെ ഇൻ്റർവ്യൂവിന് ഞാൻ മെയിൻസിന് ഞാൻ ഓൺലൈനായിട്ട് ചെയ്ത നോട്ട്സ് പേപ്പറിലോട്ടാക്കി. ഇൻ്റർവ്യൂവിന് ഞാൻ ഓൺലൈനാണ് നോട്ട് ഫുൾ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഡാഫിൻ്റെ ഓരോ ടോപ്പിക്കിൽ നിന്ന് നോട്ട് ഉണ്ടാക്കി, ഓരോ ഹെഡിങ് എൻ്റെ അടുത്ത് ഓരോ കീവേഡ്സ് നിന്ന് നോട്ട് ഉണ്ടാക്കി. പിന്നെ അതുകൂടാതെ GS 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൾഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് കറണ്ട് അഫയേഴ്സിലുള്ള ഇപ്പം ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ഓരോ രാജ്യങ്ങളും ഏതെങ്കിലും ന്യൂസിൽ വരുന്നുണ്ടെങ്കിൽ എന്താണ് ന്യൂസ്, അവർ ഇൻ്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റ് നോക്കിയിട്ട് എന്ത് ക്വസ്റ്റ്യനാണ് ചോദിക്കണേ അതിൻ്റെ ആൻസർ, അങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്. പിന്നെ സുമൻ ശർമ്മ മാമിൻ്റെ ബോർഡൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് GS കാര്യങ്ങൾ അറിയണമെന്നുള്ളതുകൊണ്ട് പിയർ മോക്കിലിരുന്ന് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിരുന്നു. ഓക്കെ, ഞാനിത് എല്ലാവരോടും എൻ്റെ ഒരു കോൺവെർസേഷനിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. സിവിൽ സർവീസ് പ്രിപ്പറേഷനിൽ കണ്ടൻറ്റ് ഡെഫിനറ്റ്ലി മാറ്റർ, സ്ട്രാറ്റജി മാറ്റർ. ഇതിനപ്പുറത്തേക്ക് ഈ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ ഈ വിജയത്തിൽ നിർണായകമായെന്ന് ദേവിക്ക് തോന്നുന്ന ചില സ്കിൽ സെറ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ചില മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ. അതെന്താ ദേവിക്ക് ഇപ്പം ഈ റിസൾട്ട് കിട്ടിയ ഒരു പിറ്റേ ദിവസം അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ദേവിക്ക് എന്താ തോന്നുന്നത്? ഈ കണ്ടൻറ്റും സ്ട്രാറ്റജിയും ഒക്കെ ഓരോ സ്റ്റേജിലെ സ്ട്രാറ്റജിയൊക്കെ നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തു. കണ്ടൻറ്റും ഡെഫിനറ്റ്ലി യു ഹാവ് പിക്ഡ് അപ്പ് വെരി ഗുഡ് കണ്ടൻറ്റ്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തൊക്കെ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ എന്തൊക്കെ മൈൻഡ് സെറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഡെയിലി വർക്ക് ചെയ്യണം, ഡെയിലി ഇത്ര അവേഴ്സ് ഇതിനു വേണ്ടി പുട്ടിങ് ചെയ്യണം. കാരണം ഇതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെയിലി ചെറിയ ടാസ്ക്കായിട്ട് ചെയ്താൽ നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനിപ്പോൾ തിരിച്ച് ആ ടേബിളിൽ വന്ന് ഇരിക്കാനായിട്ടൊരു ഡിസിപ്ലിൻ വേണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ജേണിക്ക്. പിന്നെ നമുക്ക് ഭയങ്കര അൺസർട്ടൈൻ ആണ്. നമ്മൾ ഈ സൈക്കിളിൽ കൂടെ പോകുമ്പോൾ ചുറ്റും കാണുന്നതിൽ നിന്നും ഭയങ്കര അൺസർട്ടൈൻ ആണ്. നമുക്ക് ഒരു മോട്ടിവേഷനൊക്കെ അങ്ങ് പോകും, വെയർ ഔട്ട് ആവും കുറച്ച് മിഡിലൊക്കെ എത്തുമ്പോൾ. അപ്പോഴും ആ ടേബിളിൽ വന്നിരുന്ന് എനിക്ക് പഠിക്കണം എന്നുള്ളൊരു പുഷ് ഉള്ളിൽ നിന്ന് വേണം സർ. ആ ഒരു പുഷ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് പഠിച്ച് നമ്മളോട് തന്നെ ഓണസ്റ്റ് ആയിട്ടുള്ള എഫേർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്തിരുന്നത്, ഞാനൊരു ചെക്ക് ലിസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് രാവിലെ എണീറ്റ് ഉണ്ടാക്കും. അത് അന്നത്തെ ദിവസം ചെയ്ത് തീർക്കണം, ടിക്ക് ചെയ്ത് തീർക്കണം എന്ന് തന്നെയാണ് ഇൻ്റർവ്യൂ ലാസ്റ്റ് ഡേ വരെ ഞാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ എന്നോട് തന്നെ ഓണസ്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും മടുപ്പ് തോന്നുന്ന ദിവസങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാകും സർ. എങ്ങനെയാണ്, how did you push yourself on those days? പക്ഷെ ഭയങ്കരമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ
ഇപ്പം എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വരും, ആരെങ്കിലുമൊക്കെ നാട്ടിൽ വരും, എൻ്റെ ഹസ്ബൻഡ് ചിലപ്പോൾ നാട്ടിൽ വരും. അപ്പോൾ എനിക്ക് കുറച്ച് ഈ പഠിത്തത്തിൽ നിന്ന് മാറും, അല്ലെങ്കിൽ പേരൻസുമായിട്ട് എവിടെയെങ്കിലും പോകും. അപ്പം ഈ സൈക്കിളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ട് അകത്ത് കയറുന്നവർ അപ്പോൾ ഒരു റെജുവിനേഷൻ പോലെ തോന്നും സാർ. ഞാനായിട്ട് എഫേർട്ട് ഇട്ട് സൺഡേസിൽ പ്രിലിംസ് PCM ചെയ്യുമ്പോൾ ഞാനായിട്ട് എഫേർട്ട് ഇട്ട് സൺഡേസിൽ കുറച്ച് സമയം എന്തെങ്കിലും ഇപ്പോൾ മൺഡേ ടെസ്റ്റ് ഉണ്ടെങ്കിൽ മൺഡേ ടെസ്റ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ സൺഡേയിൽ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുമായിരുന്നു. ഓക്കെ, അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം നമ്മുടെ സപ്പോർട്ട് സിസ്റ്റമാണ്. എനിക്ക് തോന്നുന്നു ഫാമിലിയാണ് ദേവികയുടെ ഒരു കാര്യത്തിൽ. എനിക്ക് തോന്നുന്നു മീഡിയാസിൽ വന്നപ്പോഴാണെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ശ്രദ്ധിച്ചു. പലപ്പോഴും വിവാഹം കഴിക്കുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഒരു വഴിക്കാകുമെന്നാണ് പൊതുവിൽ ഒരു ധാരണ. പക്ഷേ ഇത് വിവാഹത്തിന് ശേഷമാണ് സ്വപ്നങ്ങൾക്ക് ജീവൻ വെച്ച് തുടങ്ങുന്നത് അല്ലേ? അപ്പം എങ്ങനെയാണ് ആ ഒരു ട്രാൻസിഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഫാമിലി ഈ ഒരു ജേർണിയിൽ നിർണായകമായത്? സാർ, വിവാഹശേഷമാണ് പഠനം കഴിഞ്ഞ് ഉടനെ കല്യാണം കഴിച്ചു. അപ്പം സീരിയസ് ആയിട്ടൊരു കരിയറിനെ പറ്റി ആലോചിച്ചപ്പോൾ സിവിൽ സർവീസ് എല്ലാവരും പറഞ്ഞു. അപ്പോൾ എനിക്കും തോന്നി ശ്രമിച്ച് നോക്കണം. അങ്ങനെ ശ്രമം തുടങ്ങിയതാണ് സാർ. അപ്പോൾ ഇതിനു വേണ്ടി എല്ലാ സൈഡിൽ നിന്നും സപ്പോർട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ അച്ഛനും അമ്മ, എൻ്റെ അനിയൻ, നമ്മൾ കൂടെ ഇല്ലെങ്കിലും എൻ്റെ അനിയനും എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ പേരൻസും സിസ്റ്റർ ഇൻ ലോയും ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അനുഗ്രഹം. അപ്പം ഇതെല്ലാം കൊണ്ട് ആണ് സാർ മുമ്പോട്ട് പോകാൻ പറ്റിയത്. സൊസൈറ്റിയിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എൻ്റെ പേരൻസാണ് എന്നെ ഷീൽഡ് ചെയ്തത്. എന്നിലേക്ക് ഇത് വിഷമം എത്താതെ അവരാണ് ഷീൽഡ് ചെയ്തത്. അപ്പോൾ അവർ ഭയങ്കര റെസിലിയൻ്റ് ആണ്. അതുകൊണ്ടാണ് സാർ ഇവിടെ ഇപ്പോൾ ഇരിക്കാൻ പറ്റും. അല്ലാതെ എല്ലാ ടോപ്പേഴ്സിൻ്റെയും ഒരു സ്റ്റോറി അങ്ങനെ തന്നെയാണ്. പാരൻസിൻ്റെ ഒരു സപ്പോർട്ടും നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കൊല്ലത്ത് വീട്ടിലിരുന്നിട്ടാണ് ഒരു പ്രിപ്പറേഷൻ, പിന്നെ അതിനുശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നിട്ട് പ്രിപ്പയർ ചെയ്തത്. ഒരിക്കലും ഒരു ഡിസ്കറേജിങ് ആയിട്ടുള്ള ഒരു സംഭവം ചുറ്റുപാടൊന്നും ഉണ്ടായിട്ടുണ്ടോ? കാരണം ഈ വിവാഹം കഴിഞ്ഞിട്ട് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം. കാരണം പലർക്കും ഉള്ളൊരു പ്രശ്നം അതാണ്. എൻ്റെ ഞാൻ പറഞ്ഞ ഈ മെമ്പേഴ്സിന് മാത്രമേ അറിയുള്ളായിരുന്നു സാർ, വേറെ ആരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള വളരെ ഫാമിലിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും സൊസൈറ്റിയിൽ നിന്നുള്ള ഒന്നും ചെയ്യുന്നില്ലേ എന്താ ഒന്നും ചെയ്യാത്തത് എന്നുള്ള ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഇതിൻ്റെ കൂടെ പഠനത്തിനൂടെ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ചെയ്യേണ്ട ഒരു നിർബന്ധമോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. സാധാരണ പല കുട്ടികൾക്കും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലവും അത് തന്നെയാണ്. സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ഒരു വിഷയം ഉണ്ടായിട്ടില്ലായിരിക്കും. അല്ലാണ്ട് എക്സ്റ്റെൻസീവ്ലി അങ്ങനെ സമയം വളരെ വാല്യുബിൾ ആയതുകൊണ്ട് എൻ്റെ സമയത്തിന് എല്ലാവരും റെസ്പെക്റ്റ് ചെയ്തിരുന്നു, ഞാനും റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ സമയം പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്തു സാർ. അതുകൊണ്ട് സമയമൊന്നും അതിന് പോയിട്ടില്ല. അടുത്തത് ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് ലക്ക് ഇൻ യുവർ സക്സസ്? സാർ, എന്നെ സംബന്ധിച്ച് 8 സ്റ്റാർസ് ഉണ്ട്. പേപ്പറും ഇൻ്റർവ്യൂവും GS1 എല്ലാ സ്റ്റാർസും അലൈൻ ചെയ്യണം. അങ്ങനെ അങ്ങനെ എല്ലാ സ്റ്റാർസും ചിലർക്ക് മാത്രമേ അലൈൻ ചെയ്യുന്നുള്ളൂ. അത് അവരുടെ മാത്രം എഫേർട്ട് കൊണ്ടല്ലല്ലോ സാർ. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ലക്ക് ഫാക്ടറാണ്. അപ്പോൾ നമ്മുടെ പേപ്പർ വാല്യൂ ചെയ്യുന്ന എക്സാമിനറിൻ്റെ മൈൻഡ് സെറ്റ്, പിന്നെ നമ്മൾ അന്ന് ആൻസർ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോയിൻറ്റ്സ്, ഇതെല്ലാം ഒരു ലക്ക് ഫാക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. അപ്പോൾ കിട്ടാതെ പോയവർക്കും അത് അവരുടെ ഒരു കഴിവില്ലായ്മ കൊണ്ടൊന്നല്ലല്ലോ കിട്ടാതെ പോയത്, ചെറിയ മാർക്കിൻ്റെ വ്യത്യാസത്തിലായിരിക്കും. എന്നെപ്പോലെ തന്നെ എഫേർട്ട് ഇട്ട ഫ്രണ്ട്സാണ് എല്ലാവരും. അപ്പോൾ അതൊരു ചെറിയ ലക്ക് ഫാക്ടറാണ്. അത് ചിലരത് അഡ്വാൻറ്റേജസ് ആയി അവർക്ക് ലിസ്റ്റ് കയറാൻ പറ്റി എന്നാണ് ഞാൻ കരുതുന്നത് സാർ. ഓക്കെ, ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ സക്സസിൻ്റെ ഒരു എന്ത് കാരണമായി സക്സസ്സിനെന്ന് ചോദിച്ചു കഴിയുമ്പോൾ പലപ്പോഴും പറയുന്നത് പ്രിപ്പറേഷൻ സ്റ്റേജിലെ സമയമാണ്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു, സ്ട്രാറ്റജൈസ് ചെയ്തു, ഇതൊക്കെയാണ് പലപ്പോഴും ഉത്തരങ്ങൾ. പക്ഷേ നമ്മൾ സ്കൂൾ തൊട്ടേ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ സക്സസ് കിട്ടി ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സ്കൂളിലും കോളേജിലും ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു ചില കാര്യങ്ങൾ, ഈ ശീലങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷന് സഹായകരമായിട്ടുണ്ടോ ഈ വിജയത്തിന്? യെസ്, കോളേജിൽ നിന്ന് ഞാൻ പറയുന്നില്ല, കോളേജിൽ ഞാൻ അത്ര ഹാർഡ് വർക്കിംഗ് ആളല്ലായിരുന്നു. പക്ഷേ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാർ, ഞാൻ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളത്. അതെൻ്റെ ഞാൻ 1 to 10th പഠിച്ച സ്കൂളിൽ
ഒരു ടാസ്ക് ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാസ്ക് ബുക്കിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വന്ന് പാരൻസിൻ്റെ സൈൻ പിറ്റേ ദിവസം വാങ്ങിച്ചുകൊണ്ട് പോകണം. ആ ഒരു ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ആ സ്കൂളിലെ ഡിസിപ്ലിൻ എനിക്കുണ്ടായി. ആ ഡിസിപ്ലിൻ കൊണ്ടാണ് സാർ എനിക്ക് ഡെയിലി ഇരുന്ന് പഠിക്കാനും പ്ലാൻ ചെയ്ത് പഠിക്കാനും പറ്റിയെന്ന് ആശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എൻ്റെ സ്കൂൾ ലൈഫിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ന്യൂസ് പേപ്പർ റീഡിംഗ് ഹാബിറ്റ് ഉണ്ടായിരുന്നോ? അത് വന്നതിന് ശേഷമാണ് തുടങ്ങിയത്? കോളേജ് ടൈമിലില്ലായിരുന്നു, അതിന് മുമ്പുണ്ടായിരുന്നു. അതിന് കഴിഞ്ഞ് സിവിൽ സർവീസ് എന്നുള്ള മോഹമത്സരം വന്നപ്പോൾ തൊട്ട് വായിച്ചു തുടങ്ങി. എവിടെ പഠിച്ചത്? സ്കൂളിൽ എവിടെയായിരുന്നു? ഞാൻ 10th വരെ വിമല സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത്, ചാത്തന്നൂർ. +1 +2 കുര്യാക്കോസ് ഏലിയ സ്കൂൾ, മാന്നാനം, കോട്ടയം. ഓക്കെ. അപ്പം ഈ പറയുന്ന സക്സസിന് ആ ഒരു ചെറിയ കാലത്ത് തുടങ്ങിയ ചെറിയ ഹാബിറ്റ്സ് വരെ കോൺട്രിബ്യൂട്ട് ചെയ്തു? ചെറിയൊരു ഹാബിറ്റും എന്നിലെ ഡിസിപ്ലിൻ ഉണ്ടാക്കാനും പിന്നെ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും ഒക്കെ സ്കൂൾ ലൈഫ് തന്നെയാണ് സഹായിച്ചത്. ഓക്കെ. അവസാനമായിട്ട് 2 ചോദ്യങ്ങൾ, രണ്ടും ഒരു സജഷൻ പോലെ ചോദിക്കുന്നതാണ്. ഒന്ന്, പ്രിലിംസ് അടുത്ത് വരികയാണ്, 1 മാസം കൂടെ ഉള്ളു. അപ്പം പ്രിലിംസ് എഴുതാൻ കുറേ ആങ്ഷ്യസ് ആയിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നത്. അപ്പം ഈ ഒരു മൊമെൻറ്റിൽ എന്താണ് അവരോട് പറയാനുള്ളത്? ഇനിയിപ്പോൾ 1 മാസമുണ്ട് സാർ കഷ്ടിച്ച്. അപ്പോൾ ഒരു ഫുൾ ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും അത്. ഫുൾ ടെസ്റ്റിനുള്ള ആൻസർ കീ നല്ലോണം നോക്കണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള നോട്ട്സ് റിവൈസ് ചെയ്യണം. പിന്നെ UPSCയുടെ PYQലോട്ട് വളരെ ക്ലോസ് ആവേണ്ട സമയമാണിത്. അപ്പോൾ PYQ നോക്കിയിട്ട് PYQവിൽ UPSCയുടെ ചില കാര്യങ്ങളുണ്ട്, അതെനിക്കിപ്പോൾ പറഞ്ഞുതരാൻ പറ്റത്തില്ല, പറഞ്ഞുതരാൻ എനിക്കത് അറിയില്ല. അങ്ങനത്തെ ഉള്ള സ്ട്രാറ്റജികളുണ്ട്. ഓപ്ഷൻസിൽ നിന്ന് തന്നെ ആൻസർ മനസ്സിലാക്കാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് ഉണ്ട്. അതൊക്കെ നോക്കി അതിലൊക്കെ പ്രൊഫിഷ്യൻ്റ് ആവേണ്ട ടൈമാണെന്ന് എനിക്ക് തോന്നുന്നു സാർ. ഓക്കെ. രണ്ടാമത്തെ ഒരു സജഷൻ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു കുട്ടി, they have almost 1 year, അവരോട് എന്താ പറയാം? സാർ കോച്ചിങ്ങിന് പോവുകയല്ലെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടാവും. ആ പ്രോസസ്സിനോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു വലിയ ജേർണിയാണ്. ചെറിയ ചെറിയ പ്ലാൻസ് ഉണ്ടാക്കി ചെറിയ ചെറിയ ടാർഗറ്റ്സ് വെച്ച് കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് പഠിച്ചാലും എന്തിനു വേണ്ടി പഠിക്കുന്നു. ഇപ്പോൾ ഞാനൊരു പോയിന്റ് പത്രത്തിൽ നിന്ന് എടുത്ത് എഴുതിയത് അതെനിക്ക് മെയിൻസ് എക്സാമിൻ്റെ പേപ്പറിൽ എഴുതാനാണെന്നുള്ളൊരു മനസ്സിൽ വെച്ചിട്ട് ഓരോ കാര്യങ്ങളും വായിക്കണം, ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്യണം. പിന്നെ അതുകൂടാതെ PYQവും സിലബസും വളരെ അടുത്ത് വെച്ച് പ്രിപ്പറേഷൻ നടത്തണം. ഓക്കെ. ഇതാണ് നമ്മളെ സർവീസിലേക്ക് കയറുമ്പം ഈ ഒരു ഏരിയയിൽ എനിക്ക് വർക്ക് ചെയ്യണം, ഈ ഒരു ഏരിയയിൽ ഇന്ത്യയിൽ മാറ്റം വരണം എന്നാഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റേജിൽ ഓക്കെ ഞാനിവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഈ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റും, അത് നടക്കുകയോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കോളേജ് ടൈം തൊട്ട് മനസ്സിലുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ റോബസ്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം, അതൊന്ന് പലയിടത്തും നല്ല നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഡിസ്ട്രിക്റ്റിലായാലും നല്ല നല്ല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ അത് ഒരു വലിയ സീനിയർ ലെവലിലിരുന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിൻ്റെ ഒരു മനസ്സിലാഗ്രഹമാണ്, എന്നെങ്കിലും അതൊന്ന് നാട്ടിൽ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്. എന്തെന്നായാലും നമുക്കിനിയും അതിൻ്റെ സർവീസ് അലൊക്കേഷൻ വരുമ്പോഴാണ് ഏത് സർവീസാണ്, IAS ആണോ ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്തെന്നായാലും നമ്മുടെ നാട് ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ ടോപ്പേഴ്സിനെ കാണുന്നത്. ആൻഡ് our country wanted to become a developed country by 2047. ആ ഒരു ട്രാൻസിഷന് ഒരു ലീഡർഷിപ്പ് റോള് വഹിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് എനിക്ക് തോന്നുന്നു ദേവികയ്ക്കുള്ളത്. ആൻഡ് വിഷിങ് യു ഓൾ ദി ബെസ്റ്റ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവന്യൂ ആണിത്. കാരണം ഈ പരീക്ഷയോടുകൂടി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള വർഷങ്ങളിൽ ആക്ച്വലി രാജ്യത്തിന് വേണ്ടി കൂടുതൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. Lead IAS, #1 IAS Academy in Kerala.